കഴിഞ്ഞ ദിവസം പട്ടാമ്പി നഗരത്തിൽ നടന്ന തെരുവുനായ ആക്രമണം കേരളം നേരിടുന്ന ഗുരുതരമായൊരു സാമൂഹിക പ്രശ്നത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. പട്ടാമ്പി നഗരസഭാ ജീവനക്കാരൻ ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റ ഈ സംഭവം തെരുവുനായ ശല്യം എത്രത്തോളം ഭീകരമായി മാറിയെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പട്ടാമ്പിയിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം നടന്ന ഈ ആക്രമണം നഗരങ്ങളെയും ഗ്രാമങ്ങളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്ന ഈ പ്രതിഭാസത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. പട്ടാമ്പി നഗരസഭാ ജീവനക്കാരനായ ഷിജു, ദേശമംഗലം സ്വദേശി അലി, കരിമ്പുള്ളി സ്വദേശി മുഹമ്മദ് ഷിഹാബ്, ചെറുകുടങ്ങാട് സ്വദേശി ജമീല, പെരിങ്ങോട് സ്വദേശി PV ശ്യാം എന്നിവർക്കാണ് നായയുടെ കടിയേറ്റത്. ഇവർ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. നായയുടെ ആക്രമണം നടന്ന സ്ഥലങ്ങൾ സൂചിപ്പിക്കുന്നത് തിരക്കേറിയ നഗര കേന്ദ്രങ്ങളിലാണ് ഇത് സംഭവിച്ചതെന്നാണ്. കൽപ്പക ജംഗ്ഷൻ, കൊപ്പൻസ് മാളിന് മുൻവശം, CSB ബാങ്കിന് സമീപം, ഫെഡറൽ ബാങ്കിന് സമീപം എന്നിവിടങ്ങളിൽ വെച്ചാണ് ആളുകൾക്ക് കടിയേറ്റത്. ഇത് പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് പോലും സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്ന ഭയാനകമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം മണിക്കൂറുകളോളം നായ നഗരത്തിൽ അലഞ്ഞു തിരിയുകയായിരുന്നു. അക്രമകാരിയായ നായയെ പിടികൂടാനോ അതിനെ നിർവീര്യമാക്കാനോ ഉള്ള സംവിധാനങ്ങൾ യഥാസമയം ഉണ്ടായില്ല എന്നത് ഒരു വലിയ വീഴ്ചയായി കാണേണ്ടിയിരിക്കുന്നു. പോലീസ്, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ നായ സഞ്ചരിച്ച വഴികളിലൂടെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. ഈ സംഭവം അവസാനിച്ചത് നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയപ്പോഴാണ്. ഇതിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും നായയുടെ മരണത്തിന് മുൻപ് വരെ പട്ടാമ്പി നഗരം ഒരുതരം ഭീതിയുടെ നിഴലിലായിരുന്നു എന്നതിൽ സംശയമില്ല. തെരുവുനായ ശല്യം എന്നത് കേവലം നായ്ക്കളെ പേടിക്കുക എന്നതിലുപരി ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. നായയുടെ കടിയേറ്റാൽ പേവിഷബാധ പോലുള്ള മാരക രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. യഥാസമയം ചികിത്സ തേടിയില്ലെങ്കിൽ ഈ രോഗം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. പട്ടാമ്പിയിലെ ആക്രമണത്തിന് ഇരയായ 5 പേർക്കും കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. പക്ഷേ ഭയം അവരെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കാം. ഈ പ്രശ്നത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവുമായ വശങ്ങളും ശ്രദ്ധേയമാണ്. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളും അവയെ നിയന്ത്രിക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും തമ്മിലുള്ള സംഘർഷം കേരളത്തിൽ പതിവായി കണ്ടുവരുന്ന ഒന്നാണ്. പട്ടാമ്പിയിൽ നടന്ന സംഭവത്തിന് പിന്നാലെ കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നത് ഇതിന്റെ സൂചനയാണ്. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം. ഈ ആരോപണം പലപ്പോഴും വസ്തുതാപരമാണ്. നായ്ക്കളെ വന്ധ്യംകരിക്കുക, അവയ്ക്ക് വാക്സിനേഷൻ നൽകുക, തെരുവുകളിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് നായയുടെ എണ്ണം നിയന്ത്രിക്കുക തുടങ്ങിയ ശാസ്ത്രീയമായ മാർഗങ്ങൾ നടപ്പിലാക്കുന്നതിൽ പല തദ്ദേശ സ്ഥാപനങ്ങൾക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ വന്ധ്യംകരണ പരിപാടികളാണ് ഫലപ്രദമായ മാർഗം. പക്ഷേ ഈ പദ്ധതികൾ പലപ്പോഴും ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നില്ല. ചിലയിടങ്ങളിൽ വന്ധ്യംകരണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ നാട്ടുകാരുടെ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. മറ്റ് ചിലയിടങ്ങളിൽ ഫണ്ടിന്റെ അഭാവം, പരിശീലനം ലഭിച്ച ജീവനക്കാരുടെ കുറവ് എന്നിവ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരും പൊതുസമൂഹവും ഒരുപോലെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കുന്നവരും അവയെ പേടിക്കുന്നവരും തമ്മിലുള്ള തർക്കങ്ങൾക്കപ്പുറം എല്ലാ ജീവികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് പ്രധാനം. അതിനായി വന്ധ്യംകരണ പരിപാടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുക, ഭക്ഷണാവശിഷ്ടങ്ങൾ പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയാതെ സംസ്കരിക്കുക, സ്കൂളുകൾക്ക് സമീപം ജനവാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നായകളുടെ സാന്നിധ്യം നിരീക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തുക, പേവിഷബാധയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്തുക തുടങ്ങിയ നടപടികൾ അനിവാര്യമാണ്. പട്ടാമ്പിയിലെ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഈ പ്രശ്നം എത്രത്തോളം വ്യാപകമാണ് എന്ന് മനസ്സിലാക്കി ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മനുഷ്യജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരത ഒഴിവാക്കിയുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഒരുപോലെ ഉത്തരവാദിത്തമാണ്. ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാം. കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായേക്കാം. പട്ടാമ്പിയിൽ സംഭവിച്ചത് ഒരു മുന്നറിയിപ്പാണ്. അത് നാം ഗൗരവമായി കാണണം.